Hi, hello, welcome back to my YouTube channel. It's me, Deepak Vlogger. First of all, I will പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു മണി ഏണിംഗ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ആണ്. റമ്മി വെൽത്ത് എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ജെനുവൻ ആയിട്ടുള്ളൊരു മണി ഏണിംഗ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ആണ്. ഞാൻ പേഴ്സണലി ഉപയോഗിച്ചിട്ടുള്ളൊരു മണി ഏണിംഗ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ ഒരുപാട് ഗെയിമുകൾ വരുന്നുണ്ട്. നമുക്കിത് എങ്ങനെ കളിക്കാം, ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഗൂഗിളിൽ ഡയറക്റ്റ് ചെയ്ത് റമ്മി വെൽത്ത് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് UPI ട്രാൻസാക്ഷൻ വഴി നിങ്ങൾക്ക് ക്യാഷ് ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഗെയിം കളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ബോണസ് ആയിട്ടൊക്കെ കുറച്ച് കോയിൻസ് നമുക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ എമൗണ്ടുകളൊക്കെ നമുക്ക് കിട്ടും. അത് വെച്ചിട്ടൊക്കെ നമുക്ക് ഗെയിം കളിക്കാം. ഗെയിം കളിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് പൈസ ക്യാഷ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഏൺ ചെയ്യുന്ന ക്യാഷ് അപ്പോൾ തന്നെ ഇതിൽ വിഡ്രോവൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇതിൽ ക്യാഷ് ആഡ് ചെയ്തിട്ട് കളിച്ചിട്ട് ക്യാഷ് പോകുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലായിരിക്കണം, സ്വന്തം ഉത്തരവാദിത്തത്തിലായിരിക്കണം. ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാവരും ക്യാഷ് ഇട്ടിട്ട് കളിച്ച് ക്യാഷ് കളയരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു എന്താ പറയുക ഒരു പ്രൊഡിക്ഷൻ്റെ പുറത്തൊക്കെയാണ് ഗെയിം കളിച്ച് ക്യാഷ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 1-2 തവണ ചെറിയ എമൗണ്ടുകളൊക്കെ വെച്ചിട്ട് പ്രിഡിക്റ്റ് ചെയ്ത് നമുക്ക് കളിക്കാം, എന്നിട്ട് ക്യാഷ് ഏൺ ചെയ്യുക. പിന്നെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു ഗെയിമാണ് ഇപ്പോൾ കളിച്ചത്. ഇപ്പോൾ ഞാൻ കളിച്ചിട്ട് എനിക്ക് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ 2 തവണ എനിക്ക് ക്യാഷ് കിട്ടി. പിന്നെ ഇതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഫ്രണ്ട്സുകളെ നമുക്ക് കുറച്ച് ആൾക്കാരെ റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് മറ്റുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഗെയിം കളിച്ച എമൗണ്ട് ഞാൻ അയോടെ തന്നെ വിഡ്രോവൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിഡ്രോവൽ ചെയ്യുന്ന പ്രൂഫുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് കളിച്ച് നിങ്ങൾക്ക് ക്യാഷ് നേടാവുന്നതാണ്. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് വ്ലോഗർ. അപ്പോൾ ഞാനിന്നൊരു പുതിയൊരു വീഡിയോ വ്ലോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിങ് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ വ്ലോഗാണ്. കൂടുതലും മറ്റുള്ള ഭാഷാ ചിത്രങ്ങളാണ് ഈ ഒരാഴ്ചയിലെ OTT റിലീസിന് എത്തുന്നത്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചെറിയൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇരുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. റോമിയോ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിജയ് ആന്റണി അതുപോലെ തന്നെ മൃണാലിനി രവി, VVT ഗണേഷ്, യോഗി ബാബു എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിലെടുത്താവുന്ന ചിത്രമാണ് റോമിയോ എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ആഹാ തമിഴ്, സിംപ്ലി സൗത്ത് അതുപോലെ ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന മെയ് മാസം 10-ാം തീയതി തമിഴ് ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വൈറ്റ് റോസ് എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മൾ കായൽ ആനന്ദി അതുപോലെ തന്നെ RK സുരേഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമാണ് വൈറ്റ് റോസ് എന്ന് പറയുന്നത്. ചിത്രം തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തുന്നു. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള ഇപ്പോൾ ടെൻഡോക്കോട്ടയാണ്. ചിത്രം ഈ വരുന്ന മെയ് മാസം 10-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. തമിഴ് ഭാഷയിൽ മാത്രമാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഞാൻ പേഴ്സണലി ചിത്രം കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയതോടുകൂടിയിട്ടാണ് ചിത്രം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗോഡ്സ്ലേവ് എസ് കോങ് ദ ന്യൂ എംപയർ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. തിയേറ്ററിൽ വലിയൊരു വിജയവും ഇന്ത്യയിൽ നല്ല രീതിയിലുള്ള കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഒരു ഇംഗ്ലീഷ് മൂവിയായിരുന്നു ഗോഡ്സ്ലേവ് എസ് കോങ് ദ ന്യൂ എംപയർ എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ആമസോൺ പ്രൈമും അതുപോലെ തന്നെ ബുക്ക് മൈ ഷോയാണ്. ചിത്രം ഈ വരുന്ന മെയ് മാസം 14-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കലൈരജൻ, ഗൗരി കൃഷ്ണ, ആദിത്യ ഭാസ്കർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു 5 കഥകൾ അടങ്ങിയിട്ടുള്ള ഒരു അന്തോളജിക്കൽ മൂവിയാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്തിരുന്നു. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ആമസോൺ പ്രൈമും അതുപോലെ തന്നെ സിംപ്ലി സൗത്ത് ടെൻഡോക്കോട്ടയാണ്. ചിത്രം ഈ വരുന്ന മെയ് മാസം 17-ാം തീയതി തമിഴ് ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. തലമൈ സൈലാംഗം എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഡയറക്റ്റ് OTT റിലീസാണ് C5ലൂടെ ഈ വരുന്ന മെയ് മാസം 17-ാം തീയതി ഡയറക്റ്റ് OTT റിലീസിന് എത്തുന്ന ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ഭാഗത്തിലെടുത്താവുന്ന ചിത്രമാണ് തലമൈ സൈലാംഗം എന്ന് പറയുന്നത്. കിഷോർ അതുപോലെ തന്നെ ഭരത്, കനീക് സുസൃതി, ശ്രേയ റെഡ്ഡി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് തലമൈ സൈലാംഗം എന്ന് പറയുന്നത്. ഇത് ഡയറക്റ്റ് OTT റിലീസാണ്. വെയിറ്റിംഗ് ആണ്. C5ലൂടെ തമിഴ് ഭാഷയിലായിരിക്കും സ്ട്രീമിംഗ് ആരംഭിക്കുക. മറ്റൊരു അപ്ഡേറ്റ് ഒന്നും പുറത്തു വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് പുറത്തു വരുന്നതിനനുസരിച്ച് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ഡയറക്റ്റ് OTT റിലീസിന് വേണ്ടിയിട്ട്.
ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവി അപ്ഡേറ്റ് ആണ്. ആവേശം എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഫഹദ് ഫാസിൽ അതുപോലെ തന്നെ സജിൻ ഗോപു, മൻസൂർ അലിഖാൻ, ഇബ്സ്റ്റർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച് തിയേറ്ററിൽ വലിയൊരു ഓളം സൃഷ്ടിച്ച ഒരു ചിത്രമായിരുന്നു ആവേശം എന്ന് പറയുന്നത്. വിഷുവിനെ തിയേറ്ററിൽ റിലീസ് ചെയ്ത് വലിയൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ആമസോൺ പ്രൈമാണ്. തിയേറ്ററിക്കലി പോസ്റ്റർ OTT റിലീസ് നേരത്തെ തന്നെ ആമസോൺ പ്രൈം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ചിത്രം മേ ബി ഈ വരുന്ന ആഴ്ചയിലോ അല്ലെങ്കിൽ മെയ് മാസം 17-ാം തീയതിയോ ഈ ചിത്രം ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവി അപ്ഡേറ്റ് ആണ്. ജയ ഗണേഷ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഉണ്ണിമോഹൻ, മഹിമൻ നമ്പ്യാർ ഒരു ഇടവേളയ്ക്ക് ശേഷം ജോമോളും അതുപോലെ തന്നെ അശോകനും എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമ ഭാഗത്തിൽ പെടുത്താവുന്ന ചിത്രമാണ് ജയ ഗണേഷ് എന്ന് പറയുന്നത്. വിഷുക്കാലത്ത് തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്ത രൂപ നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സും സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം മേ ബി ആവേശത്തിന് ശേഷമായിരിക്കും ഈ ചിത്രം ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുക. മേ ബി ചിത്രം മെയ് മാസം ലാസ്റ്റ് വീക്കോട് കൂടിയിട്ടായിരിക്കും ഈ ചിത്രം മെയ് 24-ാം തീയതി കൂടിയിട്ടായിരിക്കും ചിത്രം ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. രത്നം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിശാൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഒപ്പം തന്നെ പ്രിയ ഭവാനി ശങ്കർ, സമുദ്രകന്നി, ഗൗതം വാസുദേവൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഹരിയുടെ സമുദായത്തിൽ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു രത്നം എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളതും ആമസോൺ പ്രൈമാണ്. ചിത്രം മേ ബി വരുന്ന മെയ് മാസം 17-ാം തീയതിയോ അല്ലെങ്കിൽ മെയ് 24-ാം തീയതിയോ ചിത്രം ആമസോൺ പ്രൈമിലൂടെ തമിഴ് ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മൈതാൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അജയ് ദേവ്ഗൺ അതുപോലെ തന്നെ പ്രിയാമണി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ബയോഗ്രാഫിക്കൽ സ്പോർട്സ് ഡ്രാമ ഭാഗത്തിലെടുത്താവുന്ന ഒരു ചിത്രമാണ് മൈതാൻ എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് ആമസോൺ പ്രൈമാണ്. ഈ ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ച മെയ് 17-ാം തീയതിയോ ഈ ചിത്രത്തിന്റെ റെന്റ് ഓപ്ഷനിൽ ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ആടുജീവിതം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പൃഥ്വിരാജ് അതുപോലെ തന്നെ അമല പോൾ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഒരു ട്രൂ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ആടുജീവിതം എന്ന് പറയുന്നത്. ഒരുപാട് കാലത്തെ കഷ്ടപ്പാടിന് ശേഷം തിയേറ്റർ റിലീസ് ചെയ്ത് നമ്മുടെ ബ്ലെസ്സി ഒരുക്കിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ആടുജീവിതം എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയിട്ടുള്ള ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെയും OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം എന്ന് വരും നോക്കുകയാണെങ്കിൽ മേ ബി ഈ ചിത്രം മെയ് മാസം 24-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഒപ്പം നമ്മുടെ നിവിൻ പോളിയും തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. ഈ വിഷുവിനെ തിയേറ്റർ റിലീസ് ചെയ്ത് വലിയൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ഡിസ്നി വേർഡ്സ് ഹോട്ട്സ്റ്റാർ ആണ്. ചിത്രം എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഇപ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സിന്റെ റിലീസിന് ശേഷം അടുത്തായിട്ട് റിലീസിന് എത്തുന്ന ഒരു ചിത്രം കൂടി ആയിരിക്കും വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളത്. മേ ബി ചിത്രം നമുക്ക് ജൂൺ പകുതി കൂടിയിട്ടായിരിക്കും ചിത്രം ഡിസ്നി വേർഡ്സ് ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബേഡാമിയാൻ ചോട്ടാമിയാൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അക്ഷയ് കുമാറും അതുപോലെ തന്നെ ടൈഗർ ഷറോഫും തകർത്ത് അഭിനയിച്ച് ഒപ്പം തന്നെ ബെസ്റ്റ് വില്ലൻ വേഷത്തിൽ നമ്മുടെ പൃഥ്വിരാജ് കൂടിയും തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ബേഡാമിയാൻ ചോട്ടാമിയാൻ എന്ന് പറയുന്നത്. ഇതിനെ തിയേറ്റർ റിലീസ് ചെയ്ത് ചെറിയൊരു വിജയം നേടിയിട്ട് പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് റെക്കോർഡ് തുകയ്ക്കാണ് ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കി നടന്നത്. അപ്പോൾ ഈ ഒരു ചിത്രം മേ ബി ഈ വരുന്ന ആഴ്ചയിലോ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലൂടെ കൂടിയിട്ട് മെയ് മാസം 3rd വീക്കിലൂടെയും നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷയിലായിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക എന്നുള്ളൊരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്.